ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നലെ ദീപാവലി ആയിരുന്നു. അപ്പോൾ ദീപാവലിയുടെ വീഡിയോസാട്ടോ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കാലമായി വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസുകളൊക്കെ വരും കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ കുറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെ കേട്ടോ. എന്നെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഉള്ളതിന് ഒരു തെളിവായിട്ടാണ് എനിക്കിത് കാണുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ ചാനലിനെ. അപ്പോൾ ആ വീഡിയോ കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ദീപാവലിയുടെ സെലിബ്രേഷനൊക്കെ ചെയ്തിട്ട്, നമ്മൾ ചെറിയ രീതിയിലുള്ള ദീപാവലി കേട്ടോ നമ്മളവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ അമ്മയുടെ പൂജാ റൂമാണ്. അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അമ്മ ഒരു കൃഷ്ണഭക്തയും കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ. അമ്മയ്ക്ക് സന്ധ്യ നേരത്ത് കറക്റ്റായിട്ട് വിളക്ക് കൊളുത്തണം. അമ്മയുടെ കുറേ കാര്യങ്ങളുണ്ട്, അത് കറക്റ്റായി ചെയ്യണം. സന്ധ്യ നേരമാകുമ്പോൾ അമ്മ ആ ടൈം മാറ്റി വെച്ചതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്, ദീപാവലിയുടെ വീഡിയോ കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലമായി. അപ്പോൾ അന്ന് ഫസ്റ്റ് വീഡിയോ എൻ്റെ ദീപാവലിയുടെ ആയിരുന്നു. അന്ന് ഞാൻ വീട്ടിലായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അന്ന് അമ്പാടി കുഞ്ഞിതായിരുന്നു. അപ്പോൾ അമ്പാടിയൊക്കെ ഞങ്ങൾക്ക് ചിരാകുകൾ വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മളെ ഈ ദീപാവലി ആഘോഷത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ വൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ടുള്ള ആദ്യത്തെ ദീപാവലി ആയിരുന്നു. അപ്പോൾ അവളും അമ്മയും ഞാനും അമ്പാടിക്കുട്ടനും കൂടിയിട്ടായിരുന്നു ഇന്നത്തെ എല്ലാ പരിപാടിയുടെ ദീപങ്ങളൊക്കെ സെറ്റ് ചെയ്തതൊക്കെ കേട്ടോ. പിന്നെ ചിരാഗിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചെറിയ മെഴുകുതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യാസമയത്ത് ഇങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തരം എനർജി നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ദീപാവലിയുടെ അന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിരാകളൊക്കെ എടുത്ത് കഴുകി, പിന്നെ നിലവിളക്കും എല്ലാതും നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ദീപം കത്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക തരം ഫീലായിരുന്നു കേട്ടോ ആ വിളക്ക് കൊളുത്തേണ്ട സമയത്ത്. നമ്മൾ കറക്റ്റ് സമയത്ത് വിളക്ക് കൊളുത്തി എല്ലാ ഭാഗത്തും നമുക്ക് കഴിയാവുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ചിരാഗ് വെച്ചു. അതേപോലെ ചെറിയ കോയിന് പോലത്തെ മെഴുകുതിരിയില്ലേ, അതൊക്കെ വെച്ചു. അമ്മ പിന്നെ സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലി. അതേപോലെ അമ്പാടിയും ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോഴൊക്കെ അമ്പാടിക്ക് നല്ല താല്പര്യമായിരുന്നു ഇങ്ങനെ വെക്കാനും ഇതൊക്കെ. പക്ഷേ നമ്മൾ അധികം അമ്പാടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ കൈ പൊള്ളിയാലോ എന്നുള്ള വിചാരിച്ചിട്ട്. പക്ഷെ അവനെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലൊക്കെ അവൻ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അമ്പലത്തിൽ പോണത്, അതേപോലെ അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെറിയ പ്രായത്തിൽ അവൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക സന്തോഷമുണ്ട്. നമ്മളെ മക്കളും അതുപോലെ ആവുന്നുണ്ടല്ലോ എന്ന്. എല്ലാം വേണം, ഭക്തിയും ഒക്കെ വേണം. അപ്പോൾ അതേപോലെ അവനും ഇതുണ്ട്. ഇപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ ചന്ദനത്തിരി കത്തിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും സ്വാതിയും കൂടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെ ഇതൊക്കെ ചെയ്യാട്ടോ എന്നൊക്കെ അവൻ എന്നോട് പറയുകയാണ്. അപ്പോൾ അവൻ ഞാൻ നോക്കിയിരിക്കുന്നു, നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആ സമയമാകുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറി, നല്ല മിന്നലൊക്കെ, തുലാമാസം അല്ലേ, അപ്പോൾ നല്ല മിന്നലൊക്കെ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. നല്ല മഴ പെയ്യുന്നു, പക്ഷേ വലിയ ഇതിലൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടുള്ളൂ. നമ്മൾ വീടിൻ്റെ ഉമ്മാറ ഭാഗത്തിൻ്റെ പടികളുണ്ടാവില്ലേ, അവിടെ മാത്രം കേട്ടോ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചു. അതേപോലെ ഒരു സെൻറ്ററിൽ ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റോറും ചിരാകുകളൊക്കെ വെച്ചു. അപ്പോൾ ലൈറ്റൊന്നും ഇങ്ങനെ കുറയും തോറും ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കുക കേട്ടോ. ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. വീടിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ചിരാകുകളൊക്കെ ഇങ്ങനെ എന്തോ ഒരു നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഇങ്ങനെ അടിക്കുന്ന പോലെ ഉണ്ടാവും.
അപ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു നിലവിളക്ക് എന്തെങ്കിലും ഇവിടെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകത ഇതുണ്ടാകുമ്പോൾ ഞങ്ങൾ 5 തിരി ഇട്ടിട്ടാട്ടോ വിളക്ക് കൊളുത്താറ്. അതത്രേ വീട്ടിലെന്തെങ്കിലും വിശിഷ്ട ഇതുണ്ടാകുമ്പോൾ 5 തിരി ഇട്ടിട്ടാണ് വിളക്ക് കൊളുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.